പണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചതുപ്പ് സ്ഥലത്തൂടെ ചളി പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ എതിർ ഭാഗത്ത് പ്രമാണിയായ ഒരാളും അയാളുടെ ഭാര്യ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ ഭാര്യ സർവ്വവിധ ഉടയാടകളും അണിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രൗഢിയോടുകൂടി ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഇവരിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തിയ സമയം അയാളിങ്ങനെ വരുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു. ഈ പാവപ്പെട്ട മനുഷ്യൻ ആ ചതുപ്പ് സ്ഥലത്ത് ചവിട്ടിയത് കുറച്ച് അമർത്തി ചവിട്ടിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചളി പ്രദേശം ചവിട്ടിയാൽ ചളി തെറിക്കുമല്ലോ. ഈ ചളി കുറച്ച് തെറിച്ചിട്ട് ഈ പ്രമാണിയുടെ ഭാര്യയുടെ വസ്ത്രത്തിലേക്ക് ആയിപ്പോയി. അപ്പോൾ അവളുടെ കൂടിയ വസ്ത്രം ഇങ്ങനെ മോശമായപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചു. അവൾ തൻ്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ചു വന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു അടി കൊടുത്തു മുഖത്ത്. അടി കൊണ്ട് ഈ മനുഷ്യൻ ചളിയിലേക്ക് വീണു. മുഖം കുത്തി വീണ് ഇയാൾ വളരെ വേദനയോട് വിഷമത്തോടെ ആരാ തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പ്രമാണിയായ മനുഷ്യൻ കയ്യൂക്കുള്ള ആൾ തിരിച്ച് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അയാൾ എന്ത് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി എന്തോ ഇങ്ങനെ പിറുപിറുത്തു, എന്തോ പറഞ്ഞു. അത് ഇവരാരും കേട്ടില്ല. അങ്ങനെ അയാൾ നടന്നുപോയി, ഇവർ നടന്നുപോയി. ഈ പ്രമാണിയായ മനുഷ്യൻ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ കയറുന്നതിനിടയിൽ വീട്ടിൻ്റെ പടിയിൽ കാല് തട്ടി മറിഞ്ഞു വീണു. മർമ്മത്തിൽ തന്നെ പോയി തറച്ചു. എളപ്പം തന്നെ മരിക്കുകയും ചെയ്തു. ഈ ഭാര്യ വല്ലാതെ ബേജാറായി. ആ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഭാര്യ നേരെ ഇസ്ലാമിക കോടതിയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഇന്നയാൾ മാരണം ചെയ്ത് സിഹർ ചെയ്ത് കൊന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് അയാളെ അടിച്ചപ്പോൾ, സിഹർ ചെയ്യാന്നുള്ള വൻ പാപമാണല്ലോ, എൻ്റെ ഭർത്താവ് അയാളെ അടിച്ചപ്പോൾ അയാൾ ആകാശം നോക്കി എന്തൊക്കെയോ പിറുപിറുത്ത്. അത് സിഹറുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വാചകളും മന്ത്രങ്ങളും അയാൾ ഉച്ചരിച്ചാണ്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ പെട്ടെന്ന് പടി തട്ടിയിട്ട് വീഴേണ്ട ആളോ പെട്ടെന്ന് മരിക്കേണ്ട ആളോ അല്ല, നല്ല ആരോഗ്യവാനാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ സിഹർ എന്ന വൻപാപം ചെയ്ത് കൊന്ന ഇയാൾക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കാളിക്ക് പരാതി കൊടുത്തു. കാളി ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു. ചോദിച്ചു, എന്താ ചെയ്തത്? എന്താ നീ ആകാശത്ത് നോക്കി പറഞ്ഞത്? സിഹറിൻ്റെ എന്തെങ്കിലും വാക്കുകൾ ഉത്തരിച്ചു? നീ എന്ത് മന്ത്രം പറഞ്ഞു? ഇങ്ങനെ ഒരു പരാതി നിനക്കെതിരെ വന്നിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചിങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരിക്കലും പ്രതികാരം സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാൻ അറിഞ്ഞുകൊണ്ട് അവരുടെ മേത്ത് ചളിവെള്ളം ചെറുപ്പിച്ചതുമല്ല. അപ്പോൾ അയാൾ എന്നോട് ചെയ്ത അക്രമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ അക്രമത്തിന് തിരിച്ചെനിക്ക് പ്രതികാരം ചെയ്യാനും കഴിയുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ റബ്ബിനോട് എൻ്റെ സ്നേഹഭാഷയിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഖദ് അറൈതനി ഖുവ്വതഹു അലിയ, പടച്ചവനെ ഈ മനുഷ്യന് എൻ്റെ മേലുള്ള ശക്തി നീ എനിക്ക് കാണിച്ചു തന്നു. അയാൾക്ക് എത്രമാത്രം എൻ്റെ മേൽ ശക്തിയുണ്ട് എന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. ഫഅരിനി ഖുവ്വതക അലൈഹി, ഇനി അവൻ്റെ മേലുള്ള നിന്റെ ശക്തിയെ നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ അള്ളാഹുവോട് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഈ മനുഷ്യന് എൻ്റെ മേലുള്ള ശക്തിയെ നീ എനിക്ക് കാണിച്ചു തന്നു. അടി കൊണ്ടു, എനിക്ക് മനസ്സിലായി എനിക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ഇനി നിനക്ക് അവൻ്റെ മേലെ എത്ര ശക്തിയുണ്ട് അതുകൂടി നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. കാളി പെട്ടെന്ന് ആ പെണ്ണിനെ വിളിച്ചു, രഹസ്യമായി മാറ്റി നിർത്തി. എന്നിട്ട് ആ പെണ്ണിൻ്റെ ചെവിയിൽ പറഞ്ഞു, പെട്ടെന്ന് തന്നെ കേസ് പിൻവലിച്ചിട്ട് നീ തിരിച്ചു പോയിക്കോ. കാരണം ഇഷ്തകൈതീഹി ഇലാ ഹബീബകി ഫലതമഹു, നീ നിന്റെ പ്രിയപ്പെട്ടവനോട് അവനെക്കുറിച്ച് പരാതിപ്പെട്ടു, നിന്റെ പ്രിയപ്പെട്ടവൻ ഇടപെട്ടു, ആ ഇടപെടൽ ഒരു അടിയിലങ്ങ് തീർന്നു. ഫഷ്തകാഹു ഇലാ ഹബീബിഹി ഫഖതലഹു, അതേസമയം അവൻ അവൻ്റെ പ്രിയപ്പെട്ടവനോട് നിന്നെക്കുറിച്ച് പരാതിപ്പെട്ടു. അവൻ്റെ പ്രിയപ്പെട്ടവൻ ചില്ലറക്കാരനല്ല, ജബ്ബാറായ റബ്ബാണ്. അവൻ്റെ ഇടപെടൽ ചില്ലറ ഇടപെടലല്ല. അവൻ ഇടപെട്ടപ്പോൾ ഒരടിയിൽ തീരൂല, കാരണം ജബ്ബാറാണ്. ആ ഇടപെടലാണ് അവൻ്റെ കൊലയിൽ കലാശിച്ചത്, അല്ലാണ്ട് ഈ മനുഷ്യൻ സിഹർ ചെയ്തു എന്നല്ല. അതുകൊണ്ട് ഇനിയും ആ ഹബീബ് നിന്റെ ഈ കളി കൊണ്ട് അവൻ്റെ വിഷയത്തിൽ ഇടപെടെങ്കിൽ നിന്റെ ജീവനെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേസ് പിൻവലിച്ചിട്ട് തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. ദഅവത്തുൽ മദ്ലൂം ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരു മറയില്ല, പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുന്നു.